ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കർക്കിടകത്തിൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനായി എള്ളും ഞവരരിയും ചേർത്തുണ്ടാക്കുന്ന ഒരു കർക്കിടക സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പാനിലേക്ക് 1 കപ്പ് ഞവരരി നന്നായിട്ട് കഴുകി വെള്ളം വാർത്തെടുത്ത ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അരി വറുത്തെടുക്കണം. ഞവരരിയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതിനാൽ ഇത് കഴിക്കുന്നത് എല്ലുകളുടെയും മസിൽസിൻ്റെയും നെർവിൻ്റെയും ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. അതുമാത്രമല്ല, സ്കിന്ന് നല്ല തിളക്കമുള്ളതാക്കാനും ചുളിവുകളൊക്കെ കുറച്ച് നല്ല ആരോഗ്യമുള്ള സ്കിന്നാക്കി നിലനിർത്താനും ഹാർട്ട് ഡിസീസ് കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹനം എളുപ്പമാക്കാനും ഇത് നല്ലതാണ്. അപ്പോൾ അരി നല്ലപോലെ ഇപ്പോൾ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി എള്ള് വറുത്തെടുക്കാം. 1 കപ്പ് അളവിൽ തന്നെയാണ് എള്ള് എടുത്തിരിക്കുന്നത്. ഇതും നല്ലപോലെ കഴുകി വെള്ളം വാർത്തെടുത്തതാണ്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എള്ള് പൊട്ടി വരുന്നത് വരെ വറുത്തെടുക്കണം. എള്ളിൽ ഒരുപാട് കാൽഷ്യം ഉള്ളതിനാൽ എള്ള് കഴിക്കുന്നത് എല്ലുകളുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഷുഗർ കുറയ്ക്കാനും ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ടുകൾ തടയാനും എള്ള് കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എള്ള് നല്ലപോലെ ഒന്ന് ചൂടായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് കുറച്ച് നട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ ബദാമും കാഷ്യൂനട്ടും ആണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കപ്പലണ്ടി കൂടി ചേർക്കാം. കപ്പലണ്ടി ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ടാണ് ആദ്യമേ ചേർക്കാതെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതും ഒരു 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മധുരത്തിനായി ശർക്കര ഉരുക്കി റെഡിയാക്കി എടുക്കാം. കരിപ്പെട്ടി ചക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഉരുക്കിയെടുക്കണം. ഇതിപ്പോൾ ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്തെടുത്തതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായി ഈർപ്പൊട്ടും ഇല്ലാത്ത മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി അരിച്ചെടുത്ത് വെച്ച സിറപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഞാനെടുത്ത അളവ് പ്രകാരം ഈ ഒരു വലുപ്പത്തിൽ 17 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.